ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രഡേറ്ററിനെ കുറിച്ചാണ്. പ്രഡേറ്ററിൻ്റെ പുതിയ പടം പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ്. കിടിലം പടം എന്ന് വെച്ചാൽ കിടിലം പടം. നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ് പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ്. 2025 റിലീസ്, റീസെൻ്റ്ലി റിലീസ്ഡ്. തിയേറ്ററിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്വഞ്ചർ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാരണം എനിക്ക് പ്രഡേറ്റർ മൂവി എന്ന് പറയുന്നത് നമ്മുടെ പഴയ അർണോൾഡ് ഷ്വാസ്നഗറിൻ്റെ മൂവിയില്ലേ, അതാണ് എൻ്റെ ഒരു കോർ മെമ്മറിയാണ് ആ പടം. അതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 1987 മറ്റോ ആണ് ഇറങ്ങിയത്. കുറേ നാളിന് ശേഷം ഇത് ഭയങ്കര ഹിറ്റായിരുന്നു. ഹിറ്റായതിനു ശേഷം ടി വിയിലും അതിലും ഇതെല്ലാം കാണിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഇംഗ്ലീഷ് മൂവീസ് അധികം ആരും കാണാത്തൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ചേട്ടൻ ഭയങ്കര ആക്റ്റീവായിട്ട് മൂവീസ് കാണുന്ന ഒരാളായിരുന്നു. പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയിരുന്നാണ് പഴയ VCP അല്ലെങ്കിൽ VCRനകത്ത് നമ്മൾ കാസറ്റ് എടുത്തിട്ട് വന്നിട്ട് നമ്മൾ മെട്രിക്സ്, പിന്നെ സ്പൈഡർമാൻ, അതുപോലെ തന്നെ ഈ പ്രഡേറ്റർ മൂവി, പിന്നെ ടെർമിനേറ്റർ, ഇതെല്ലാം ഞങ്ങൾ കണ്ടത് ആ VCPയിൽ കാസറ്റ് ഇട്ടിട്ടാണ്. അപ്പം എൻ്റെ ഒരു കോർ മെമ്മറിയുടെ ഭാഗമാണ് ഈ പ്രഡേറ്റർ എന്ന് പറയുന്ന മൂവി. അതിനകത്ത് അവസാനം അർണോൾഡ് ചെളിയൊക്കെ തേച്ച് വരുന്ന സമയത്ത്, അതായത് പ്രഡേറ്റർ എന്ന് പറയുന്നത് ഹണ്ടിങ് ആണ് മെയിൻ. ആ ഹണ്ടിങ് മെയിനായിട്ടുള്ളൊരു ജീവിയെ തിരിച്ച് ഹണ്ട് ചെയ്യുകയാണ് അർണോൾഡ്. അപ്പം അതിനകത്ത് ആ ചെളിയൊക്കെ തേച്ച് വരുന്ന സീനിലേക്ക് നമുക്ക് ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് അന്ന് നമ്മൾ ആ മൂവി കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഫ്രാഞ്ചൈസിയിൽ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവിയാണ് പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ്. ഒട്ടും പുറകോട്ടല്ല, കിഡിലുമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. കാരണം ഇത് ഒരു തിയേറ്റർ വാച്ച് പടമാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ അത് 3D കാണാതിരിക്കാൻ നോക്കുക. 3D എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ക്രീൻസിലെല്ലാം തന്നെ ഐമാക്സിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ലോക്കൽ തിയേറ്ററുകളിലെല്ലാം തന്നെ കുറച്ച് ഡാർക്കായി പോകുന്നുണ്ട്. ഒന്നാമത് ഇതിനകത്ത് നൈറ്റിലെ കുറേ ഷൂട്ടുകളും ഡാർക്ക് ഏരിയാസിൽ കുറേ ഷോട്ടുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് ആ ഏരിയാസിലെ ഷോട്ടുകളൊക്കെ ഒന്നും, തുടക്കത്തിലെ ഫൈറ്റൊക്കെ കുറച്ച് ഡാർക്കാണ്. ആ സമയത്തെ സീൻസൊന്നും അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഷോട്ടുകളെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ 3D അല്ലാതെ 2D കണ്ട കൊള്ളായിരുന്നു എന്ന് ആ സമയത്തൊക്കെ എനിക്ക് തോന്നി. തുടക്ക സമയത്തൊക്കെ 3D എല്ലായിടത്തും 3D ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് 3D ആണെന്ന് അറിഞ്ഞത്. പക്ഷേ ഇത് പറ്റുമെങ്കിൽ 2Dയിൽ തന്നെ കാണുക. നല്ല ക്വാളിറ്റി സ്ക്രീൻ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി സ്ക്രീനിൽ 3D കാണുക. ഓക്കെ, പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഡ്വഞ്ചർ മൂവി ഇഷ്ടപ്പെടുന്നെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പോയി കാണേണ്ട ഒരു പടമാണ്. കാരണം അടിപൊളിയാണ്. അതായത് തുടക്കത്തിൽ തന്നെ ആ ക്യാരക്ടറുമായിട്ടൊരു കണക്ഷൻ വന്നതിന് ശേഷം ഒട്ടും ലാഗില്ല. ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് പോകുന്നു. ആ സ്റ്റോറി കറക്റ്റായിട്ട് പറഞ്ഞ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അത് കൊണ്ടുവന്ന് ആ ഇവൻസുകളെല്ലാം നടന്ന് പടം അവസാനിക്കുന്നു. 1 മണിക്കൂറും 47 മിനിറ്റുമാണ് പടത്തിൻ്റെ റൺ ടൈം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 1 മിനിറ്റ് പോലും ലാഗില്ലാതെ കിഡിലുമായിട്ട് എടുത്തു വെച്ചൊരു പടമാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. നിങ്ങൾ മസ്റ്റായിട്ടും നല്ല തിയേറ്ററിൽ, അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇപ്പം എൻ്റെ അടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ ഭയങ്കര ആൾക്കാർ കുറവാണ്. അപ്പം അടുത്ത് പോയി എടുക്കാം, തിയേറ്ററിൽ പോയി എടുക്കാമെന്ന് വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് ടൈം ഏതൊരു പടം കാണാൻ പോയപ്പോൾ ഒരു അബദ്ധം പറ്റി. തിയേറ്ററിൽ പോയി എടുക്കാനായിട്ട് പോയ സമയത്ത് അവർ തിയേറ്ററിൽ ആളില്ല എന്ന് പറഞ്ഞ് പടം കളിച്ചില്ല. അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിടുക. ആ ബുക്കിംഗ് കണ്ടിട്ട് ആൾക്കാർ ബുക്ക് ചെയ്യും. അപ്പം പടം ക്യാൻസൽ ആവാൻ ചാൻസസ് കുറച്ചും കൂടെ കുറയും. ആൾക്കാർ വരുന്നവരെ അവർ പറഞ്ഞയക്കത്തില്ല. നേരിട്ട് വന്ന് ടിക്കറ്റ് എടുക്കാൻ പോകുന്നവരെ അവർ പറഞ്ഞയക്കത്തില്ല. അപ്പോൾ ഞാൻ ആദ്യമേ ലാസ്റ്റ് നോക്കിയപ്പം 2 പേര് ഓൾറെഡി ബുക്ക് ചെയ്തേക്കുന്ന കണ്ടു. അങ്ങനെയാണ് ഞാൻ ബുക്ക് ചെയ്തതിന് ശേഷം അവിടെ ചെന്നപ്പം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഒരു 10-15 പേരോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് പടം കളിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി കാണുക. നല്ലൊരു അഡ്വഞ്ചർ പടം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ്. ആക്ച്വലി ഈ പടം ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഡേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹണ്ടേഴ്സാണ്. അപ്പം അവർ എങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് എന്തിനു വേണ്ടി ഹണ്ട് ചെയ്യുന്നു,
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷേ ഈ പടത്തിനകത്ത് ആ ഒരു മേഖലയുണ്ട്. അതായത് അവരുടെ കുറച്ചും കൂടെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ പല പല സ്ഥലത്ത് പോകുന്നതെന്നും അവിടെ എന്തിനാണ് ഹണ്ട് ചെയ്യുന്നതെന്നും ഉള്ള നല്ല കാര്യങ്ങളും ഇതിനകത്ത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഒരു സീൻ, ആക്ഷൻ സീൻസ് എൻ്റെ മോനെ കിഡിലുമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. കാരണം ഇടയ്ക്കൊക്കെ ഒരു സീനിൽ ഒരു സംഭവം രണ്ടായിട്ട് കട്ട് ചെയ്തൊക്കെ വിടുന്നുണ്ട്. എൻ്റെ കിഡിലെന്ന് വെച്ചാൽ കിഡിലൻ. അതിൻ്റെ അകത്തെ VFX ഒക്കെ ചെയ്തേക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് ഒരു അവസാനം ടുവേഴ്സ് ദ ക്ലൈമാക്സ് ഒരു സീനും ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ചില സമയത്ത് ഈ പടം നമ്മൾ കാണുന്നത് എന്താ പറയുക, ഒരു ബോളിവുഡ് പടമാണോ എന്നുള്ള ഒരു സംശയം തോന്നും. ഒരു ഇന്ത്യൻ പടം കാണുന്ന പോലെ തരത്തിലുള്ള മാസ് സീൻസ് ഈ പടത്തിനകത്ത് ഒരുപാടുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനകത്ത് ഒരുപാട് മാസ് സീൻസ് ഉണ്ട്. പക്ഷെ മ്യൂസിക് അവരുടെ ഒരു സ്റ്റാൻഡേർഡ്, അവരുടെ സ്റ്റാൻഡേർഡിലുള്ള മ്യൂസിക്. സത്യം പറഞ്ഞാൽ മ്യൂസിക് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ചില സമയത്തൊക്കെ മറ്റേ ജെക്സ്ബിജിയുടെ ഈ ലോകയിലെ മ്യൂസിക് ഉണ്ടല്ലോ, ലോകോരുള്ള മുറന്താലേ, ആ പാട്ടുണ്ടല്ലോ, ആ പാട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എൻ്റെ അമ്മേ കിടിലായിട്ടിനകത്ത് സിങ്ക്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് രോമാഞ്ചം വരുന്ന സാധനമുണ്ട്. പക്ഷെ മ്യൂസിക് ആ സമയത്ത് അത്ര അങ്ങോട്ട് പഞ്ച് കിട്ടിയോന്ന് നമ്മൾ ആ ഒരു എന്താ പറയുക, അത് ഹോളിവുഡ് മൂവിയാണ്, അത് ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്, എല്ലാം ശരിയാണ്. പക്ഷേ അപ്പോൾ ഞാൻ പെട്ടെന്ന് നമുക്കത് കണക്റ്റ് ആവും, നമുക്ക് മനസ്സിലായില്ലേ, ആ ഒരു ഹോളിവുഡല്ല, ഒരു ബോളിവുഡ് ടച്ച് നമുക്ക് പടത്തിനകത്ത് തോന്നും. അതുകൊണ്ടാണ് ആ ഒരു മ്യൂസിക് വന്നാൽ കൊള്ളായിരിക്കും എന്ന് തോന്നിയത്. പിന്നെ പറയുകയാണെങ്കിൽ അതിനകത്തൊക്കെ ഇതിനകത്ത് മെയിൻ സംഭവം വെച്ചാൽ ഹണ്ടിങ്. അതായത് ഇവന്മാരുടെ ഹണ്ടിങ് ആണല്ലോ മെയിൻ. പ്രഡേറ്ററിനകത്ത് ഹണ്ടിങ് ആണ് മെയിൻ. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്യും, ഇവന്മാരാണെങ്കിൽ ഇതിനകത്തൊരു ചെറിയ സീൻസ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളിക്ക് ആയുധങ്ങളൊന്നുമില്ല. അപ്പം ആയുധങ്ങളില്ലാത്ത ഒരാൾ എങ്ങനെ ഹണ്ട് ചെയ്യുന്നു, അവിടുത്തെ സാധനങ്ങളിൽ അഡാപ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഹണ്ട് ചെയ്യുന്നു, ഭയങ്കര രസമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ ചില ജീവികളോടൊക്കെ ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. ഒരു കാര്യമില്ലാത്ത ഒരു ജീവി, അതിനകത്ത് അങ്ങനെ വരേണ്ട ഒരു കാര്യമില്ല, പക്ഷെ നമുക്ക് ആ ഇമോഷൻ കറക്റ്റായിട്ട് കൺവേ ആവും. അതാണ് അതിനകത്ത് ഭയങ്കര രസമായിട്ടാണ് ആ സീൻസൊക്കെ എടുത്തിരിക്കുന്നത്. ടുവേഴ്സ് ദ ക്ലൈമാക്സ് ആണെങ്കിലും കിടിലമാണ്. ഇതിനകത്ത് ചേട്ടനെയും അച്ഛനെയും കാണിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. പക്ഷേ എനിക്ക് അതായത് അനിയൻ്റെ കഥയാണിത്. ഡെക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ചങ്ങ് ഹ്യൂമൻ മൊത്തത്തിൽ പ്രൊഡക്റ്റേഴ്സ് എല്ലാം ഹ്യൂമനൈസ്ഡ് ആയതുപോലെ എനിക്കൊരു ഫീല് തോന്നി. അതായത് മോർ ലൈക്ക് എ മാൻ, ആ ഒരു രീതിയിലാണ് കാണുന്നത്, നടക്കുന്നത്, നിൽക്കുന്നത്. നമ്മൾ പഴയ മൂവീസൊക്കെ എടുത്ത്, പഴയതാണെങ്കിൽ നേരത്തെയുള്ള മൂവീസൊക്കെ എടുത്ത് നോക്കിയാലും ഇതിന് പ്രത്യേക സ്റ്റൈലുണ്ട് നടക്കുന്നതിനൊക്കെ. സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും മനുഷ്യൻ്റെ കൂട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ അതിനകത്തൊരു ഒരു പതിഞ്ഞ താളത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വരുമ്പം തന്നെ നമുക്കൊരു പേടി തോന്നുന്ന രീതിയിലാണ്, ഒരു ജീവി എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനല്ല. ഇതിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മനുഷ്യൻ അല്ലാതെ മോഹൻ വേറെ രീതിയിലുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുള്ളൂ. എനിക്ക് പേഴ്സണലി അത്ര അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ കഥയെല്ലാം വെച്ച് ആലോചിക്കുന്ന സമയത്ത് അതാണ് അവർക്ക് വേണ്ടത്. അതായത് കൂടുതൽ ഇമോട്ട് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ അയാളുടെ ഇൻറ്റേർണൽ ഇഷ്യൂസാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കാം ഒരു കൺസീവ് ചെയ്തിരിക്കുന്നത്. അത് ഡയറക്ടേഴ്സ് ചോയ്സാണ്, നമുക്കൊന്നും പറയാനില്ല. പക്ഷേ സ്റ്റിൽ പ്രഡേറ്റർ എന്ന് പറയുന്ന ഒരു ജീവിയും അത് കൂടുതൽ ഹ്യൂമനൈസായി പോയതുപോലെ എനിക്കൊരു ഫീൽ ചെയ്യും. അതാണ് ആ കൂടെ പറയാൻ പറ്റുന്ന ഒരു നെഗറ്റീവ്. അല്ലാതെ വേറെ അതിനകത്ത് ഒന്നുമില്ല. ചേട്ടനെ കാണും, ചേട്ടൻ കിഡിലെ ലുക്കാണ്. അച്ഛനാണെങ്കിൽ അതിലേക്ക് ഇടില്ല എനിക്ക്. പക്ഷേ അച്ഛനേക്കാളും ഇഷ്ടപ്പെട്ടത് ചേട്ടൻ്റെ ലുക്കാണ്. ചേട്ടൻ അസാധ്യ ഒരു പ്രൊഡക്റ്റോ, കിഡിലൊരു പ്രൊഡക്റ്റ്. ഇവനെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത് വളരെ കഥയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ഇച്ചിരി സാധു മനുഷ്യൻ. ഇവൻ ജയിക്കുമെന്ന് തന്നെ നമുക്ക് ആ ലുക്കിൽ കൺഫ്യൂഷൻ തോന്നും. എന്തായാലും ഇതിലായി നോക്കുകയാണെങ്കിൽ ഒരു ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. നിങ്ങൾക്ക് അടുത്തുള്ള തിയേറ്ററിൽ ഈ സംഭവം അവൈലബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണുക. അതിനകത്ത് ബഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്യാരക്ടറൊക്കെ ഉണ്ട്, നല്ല രസമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. VFX ഒക്കെ കിടിലമായിട്ടുണ്ട്, ആക്ഷൻ സീൻസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ക്യാരക്ടർ, സ്ക്രിപ്റ്റ്, മ്യൂസിക് വലിയ കുഴപ്പമില്ലായിരുന്നു. അവസാനം ഉപയോഗിക്കുന്ന ടാക്ടിക്സ് അതെല്ലാം കിടിലമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത പാർട്ടിലേക്കുള്ള ഒരു ത്രെഡും കൂടി ഇട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും തീരുന്നില്ല എന്നുള്ള തീർച്ചയായിട്ടും ഒരു സംഭവം എഴുതി ഒരു ഹിൻഡ് ഇട്ടിട്ടാണ് സംഭവം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് കണ്ടു നോക്കുക. പടം അടുത്തുള്ള തിയേറ്ററിലുണ്ടായിരിക്കും.
ഉണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് പോയി കാണുക. ഞാൻ പറഞ്ഞ പോലെ ടിക്കറ്റ് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്നൊരു പടം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു ലോകം അതിനകത്ത് ഒരു അവതാർ പോലെ ഒരു വേൾഡ് ബിൽഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നല്ല രസമുള്ളൊരു വേൾഡാണ്. അതൊക്കെ കാണാനായിട്ടൊന്ന് ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുക്കാം. ഓക്കെ, കഴിവതും 2D ഒന്ന് ശ്രമിച്ച് നോക്കുക. 3D ഞാൻ ഓപ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ നല്ല തിയേറ്റർ ആണെങ്കിൽ 3D കണ്ടാലും രസമുണ്ട്. അവസാനമൊക്കെ പറഞ്ഞാൽ 3D കുഴപ്പമില്ല, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പടമാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കും. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കും. നല്ല പടത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം ചാനലിൻ്റെ താഴെ ഒന്ന് കമൻറ്റ്, ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. പിന്നെ ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ. ഇങ്ങനൊരു ചാനൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അവരും അറിയണമല്ലോ. ഓക്കെ, ബൈ. അടുത്ത മൂവി കണ്ടിട്ട് വരാം.